സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ അലോകിൻ്റെ കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ്. അതിനുശേഷം വിധി പറയത്തേ ഉള്ളൂ. എന്തായാലും അനുശ്രീ ആണെങ്കിൽ ഭയങ്കര ധൈര്യത്തോടെ തന്നെ കോടതിയിൽ സത്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അനുശ്രീ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് അച്യുതൻ കോടതി പറയുന്നുണ്ടെങ്കിലും ജഡ്ജിയാണെങ്കിൽ അച്യുതന് താക്കീത് നൽകുന്നുണ്ട്. അതിനുശേഷം കോടതിയുടെ പുറത്തിറങ്ങുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അനുശ്രീ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യവും ഹിയറിങ്ങിന് വിളിക്കുമ്പം പറയണം, നമ്മൾ തന്നെ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അച്യുതൻ ആകപ്പാടെ വിഭ്രാന്തി പിടിച്ച് കിടക്കുകയാണ്. അലോകിനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോയതിൻ്റെ സങ്കടം പോലീസുകാരോട് ചൂടാവുന്നുണ്ട്. അവൻ വലിയ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവനോട് മര്യാദയായിട്ട് പെരുമാറിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അലോകാണെങ്കിൽ വന്ന് അനുശ്രീയോട് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. അത് വക്കീൽ പറഞ്ഞ പ്രകാരമാണ് അനുശ്രീ അടുത്ത് വന്ന് അലോക് മാപ്പ് പറയുന്നത്. ചെയ്തതിനെല്ലാം തെറ്റാണെന്ന് പറയുന്നുണ്ട്. പോലീസുകാർ കാണാതെ വന്നിട്ടാണ് അലോക് മാപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർ അലോകിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അത് കണ്ടുകൊണ്ടാണ് അച്യുതൻ പോലീസിനോട് ചൂടാവുന്നത്. എൻ്റെ മോൻ കൊലക്കുറ്റമൊന്നും ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചൂടാവുന്നുണ്ട്. അപ്പം അനന്തം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അവരോട് വഴക്കിടാൻ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവിക്കുന്ന മൊത്തവും അലോകായിരിക്കും. അങ്ങനെ ഭയങ്കര സങ്കടത്തോടെ അനന്തനും അച്യുതനും കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ദേവമംഗലത്താണെങ്കിൽ കോടതിയിൽ നല്ല ധൈര്യത്തോടെ അനുശ്രീ പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ ഗോമതി മീനാക്ഷിയോടും മിത്രയോടും പറയുന്നുണ്ട്. എന്തായാലും അലോകിൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. അവനെ ആണെങ്കിൽ നന്നായിട്ട് പോലീസുകാർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവനൊരു കോലം കെട്ടെന്നൊക്കെ ഗോമതി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അത് അവൻ അങ്ങനെ തന്നെ വേണം, അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ, അപ്പച്ചിക്ക് എന്തിനാ ഇത്രയും വിഷമം തോന്നേണ്ട കാര്യം എന്താ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ മിത്രയ്ക്ക് നല്ല വിഷമമുണ്ട്. മിത്രയാണെങ്കിൽ ഒരു വിഷമത്തോടെയാണ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. അലോകിന് ഇങ്ങനെയൊക്കെ വന്നതിൽ നല്ല സങ്കടമുണ്ട് മിത്രയ്ക്ക്. അപ്പം മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത്, അവൻ്റെ കാര്യം ഓർത്ത്? സ്വന്തം മോളോട് ചെയ്തത് അവൻ തെറ്റല്ലേ, അത് ക്ഷമിക്കാൻ പറ്റുമോ? പിന്നെന്തിനാ അമ്മ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സഹോദരൻ്റെ മോൻ തന്നെയല്ലേ, അവൻ ഇങ്ങനെയൊക്കെ ആവുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയുകയാണ്. എന്തായാലും മിത്രയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പം മിത്ര അങ്ങ് എണീച്ച് പോകുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോകുകയെ, എനിക്ക് ഇക്കിള് വരുന്നുണ്ട്, വെള്ളം കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞങ്ങ് പോവുകയാണ്. എന്നിട്ട് മാറി നിന്ന് കരയാണ്. അലോകിന് ഇങ്ങനെയൊക്കെ വന്നതിൽ മിത്രയ്ക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷേ ദേവമംഗലത്തിൽ നിന്ന് അലോകിനെ ന്യായീകരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് മിത്രയ്ക്ക് നല്ലോണം അറിയാം. കാരണം അലോക് അത്ര വലിയൊരു തെറ്റാണ് അനുശ്രീയുടെ കാണിച്ചെന്നുള്ള കാര്യവും മിത്രയ്ക്ക് നന്നായിട്ട് അറിയാം. ഈ സമയത്ത് ദേവമംഗലത്താണെങ്കിൽ അലോകിനെ കാത്തു നിൽക്കുകയാണ് രാജശ്രീയും മുത്തശ്ശിയൊക്കെ. ആ സമയത്താണ് അച്യുതനും അനന്തനും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പം രാജശ്രീ ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, അലോക് എന്തിയാ അച്യുട്ടാ, അലോക് എന്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പം കുറച്ച് വിഷമത്തോടെ തല കുനിച്ചിരിക്കുകയാണ് അച്യുതൻ. അപ്പം വീണ്ടും ചോദിക്കുന്നുണ്ട്, നമ്മുടെ മോൻ അലോക് എന്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനന്തം പറയുന്നുണ്ട്, അവനെ ജയിലിലേക്ക് കൊണ്ടുപോയേക്കുവാണ്, വേറെ ദിവസത്തേക്ക് കേസ് മാറ്റി വെച്ചെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രാജശ്രീ ആകപ്പാടെ ചൂടാവുന്നുണ്ട്. എന്തൊക്കെയാണ് അനന്തേട്ടാ എന്നീ പറയുന്നത്? അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, അനുശ്രീയുടെ മൊഴി നല്ല ശക്തമായിരുന്നു. കോടതിയിൽ അവൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് വക്കീൽ അത്രയും നന്നായിട്ട് അവളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അലോകിനെതിരെ പറയാൻ. അവൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് ജഡ്ജിക്ക്. അപ്പം അലോക് ചെയ്തത് തെറ്റാണെന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് കേസ് വേറൊരു വ്യവസ്ഥയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം അന്ന് വരെ അവൻ വീണ്ടും ജയിലിൽ കിടന്നേ പറ്റത്തുള്ളൂ രാജശ്രീ എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ കരയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രാജശ്രീ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. അച്യുതേട്ടനല്ലേ പറഞ്ഞത് അവൻ ഉച്ച കഴിയുമ്പോഴത്തേക്ക് അവനെ കോടതി വെറുതെ വിടും, നമ്മുടെ വക്കീലാണ് എല്ലാം ജയിച്ച് നിൽക്കുന്നതെന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞില്ലേ, പിന്നെ എന്ത് സംഭവിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് അനുശ്രീയുടെ വക്കീൽ വാദം തുടങ്ങിയത്. അപ്പോഴത്തേക്ക് അനുശ്രീ എന്തൊക്കെയോ കള്ളത്തരം കോടതിയിൽ പറഞ്ഞ് ജഡ്ജി അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തെന്ന് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്. അപ്പോൾ രാജശ്രീ പറയണം, നമ്മുടെ വക്കീൽ അതിനെതിർത്തില്ലേ, നമ്മുടെ മോനെ ഇറക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുകയാണ്. അപ്പം അച്യുതൻ പറയാണ്, അതിനൊക്കെ ആക്കി ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളം വെച്ച് അനുശ്രീ തൻ്റെ മൊഴി കോടതിയിൽ പറഞ്ഞ് അത്ര ശക്തമായിരുന്നു അവൾ കോടതിയിലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രാജശ്രീക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് പൊട്ടിക്കരയാണ്. ഞാൻ ദേവമംഗലക്കാരെ വെറുതെ വിടത്തില്ല, എൻ്റെ മോനെ ജയിലിലാക്കി അവരെ ഒരാളെയും വെറുതെ വിടത്തില്ല, എല്ലാം ഞാൻ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. ഭയങ്കരമായിട്ട് കരയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നേരെ വന്ന് നന്ദിതയുടെ അടുത്ത് പറയുകയാണ്, നന്ദിയേട്ടത്തി ഇനി മിത്രേ ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, ആ വീട്ടിൽ നിർത്താമെന്ന് നന്ദിയേട്ടത്തി വിചാരിക്കണ്ട, അവളെ തിരിച്ച് വിളിച്ചേ പറ്റൂ. ഇവിടുന്ന് അനുശ്രീയെ കൊണ്ടുപോയി അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെങ്കിൽ നമുക്ക് മിത്രയെ തിരിച്ച് വിളിക്കണം. മിത്രയുടെ വിവാഹം നടന്നതുപോലെ തന്നെയല്ലേ അലോകിൻ്റെ വിവാഹവും നടന്നത്. പിന്നെ എൻ്റെ മോനോട് ഈ കാണിച്ച ചതിക്ക് ഞാൻ പ്രതികാരം വീട്ടും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഏട്ടത്തി, മിത്രയെ അവിടെ
നിർത്താമെന്നോ ആര്യനുമായിട്ടൊരു കുടുംബജീവൻ നയിക്കാമെന്നോ ഏട്ടത്തി വിചാരിക്കുക വേണ്ട എന്ന് പറയാണ്. അപ്പം നന്ദിത ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ അനന്തരം നോക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രതികാരാഗ്നിയിൽ ആര്യൻ്റെ ജീവിതം എന്തായാലും ഞങ്ങൾ എടുക്കും. കാരണം അവൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആര്യനാണ്. അപ്പം അത് അന്ന് നിങ്ങളുടെ മോക്കൊരു വിഷമം ഉണ്ടാവാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ മിത്രയെ തിരിച്ച് വിളിക്കണമെന്ന് രാജശ്രീ നന്ദിതയുടെ അടുത്ത് പറയുകയാണ്. അപ്പം അച്യുതനാണെങ്കിൽ അനന്തൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഏട്ടാ രാജശ്രീ പറഞ്ഞത് ശരിയാണ്, എത്രയും പെട്ടെന്ന് മിത്രയെ തിരിച്ചു കൊണ്ടുവരണം. അവർക്ക് അനുശ്രീയെ കൊണ്ടുപോകാമെങ്കിൽ നമുക്ക് നമ്മുടെ മിത്രയും തിരിച്ചു കൊണ്ടുവരാം. അവരുടെ വിവാഹവും ഇങ്ങനെയൊക്കെയല്ലേ നടന്നത്. അതുകൊണ്ട് മിത്രയെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. പിന്നെ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കില്ലേ, മിത്രയും ആര്യനും നന്നായിട്ട് ജീവിക്കുകയാണ്, അവരുടെ ജീവിതം കൂടെ നശിപ്പിക്കല്ലേ എന്ന് പറയുകയാണ്. അപ്പം രാജശ്രീ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെ പറയാം, അമ്മയ്ക്ക് എപ്പോഴും കൂറ് ദേവമംഗലത്താണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അങ്ങനെ അവൻ്റെ മക്കൾ അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, മിത്രയെ എത്രയും പെട്ടെന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. ആര്യനെ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അമ്മ ഇനി എന്ത് ന്യായീകരണം പറഞ്ഞാലും ഞങ്ങളതൊന്നും കേൾക്കാൻ തയ്യാറാകത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് രാജശ്രീ. അപ്പോൾ അച്യുതനും പറയുന്നുണ്ട്, അമ്മേ ഈ കാര്യത്തിൽ അമ്മയുടെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കണ്ട. അവരെ എങ്ങനെ ജീവിച്ചായാലും മിത്ര തിരിച്ചിവിടെ വന്നിരിക്കണം. അത് ഞങ്ങളുടെ വാശിയാണ്. അനുശ്രീ ഇവിടുന്ന് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമെങ്കിൽ മിത്രയെ തിരിച്ച് നമുക്കും ഇവിടെ കൊണ്ടുവരാൻ കഴിയണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നന്ദിതയ്ക്ക് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. എന്തായാലും അവൻ്റെ ജീവൻ ഞങ്ങൾ എടുത്തിരിക്കും എന്ന് രാജശ്രീ പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര വിഷമത്തോടെ അനന്തരം നോക്കുവാണ് നന്ദിത. അങ്ങനെ അച്യുതനും രാജശ്രീയും കൂടെ മിത്രയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ദേവമംഗലത്തോട് പ്രതികാരം വീട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അച്യുതനും രാജശ്രീയും. അതിന് ബലിയാടാവാൻ പോകുന്നത് മിത്രയാണ്.